ഹായ് ഗൈസ്, ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്യണമെന്ന് പറയില്ലേ, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് കണ്ട, അല്ലെങ്കിൽ ഒരു പുതിയ ഇപ്പോഴത്തെ പിള്ളേർക്ക് എൻ്റെ അനിയന്മാരിക്കെന്ന് പറയാം. നമുക്കൊരു 15 വയസ്സ് അല്ലെങ്കിൽ നമ്മളൊരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു മൈൻഡ് വന്നത് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം, നല്ലൊരു ഫിറ്റായിട്ടിരിക്കണം, നല്ല ഷേപ്പ് ആക്കണം എന്നൊക്കെ തോന്നണം അല്ലേ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? കണ്ണിൽ കണ്ട കല്ലും കട്ടയൊക്കെ എടുത്ത് പുറക്കി നല്ല ഓരോന്നൊക്കെ ചെയ്യും. അത് നല്ലൊരു കിക്ക് സ്റ്റാർട്ടാണ്, അടിപൊളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും. നമ്മൾ ഓരോ ജിമ്മിലൊക്കെ നോക്കും എങ്ങനെയാണെന്നൊക്കെ, അവിടെ പോയി വർക്കൗട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് എക്യുപ്മെൻ്റൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യും അല്ലേ. സൂപ്പർ, അങ്ങനെ തന്നെ പോകാം. ചില ചിന്താഗതി ഉണ്ട്, എന്താ എൻ്റെ വീട്ടിൽ ഫണ്ടിങ് ഇല്ല, എൻ്റെ വീട്ടിൽ ഫുഡ് ഷോക്കാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അതൊന്നും നോക്കണ്ട, അതൊക്കെ ഒരു എക്സ്ക്യൂസാണ് നിങ്ങളുടെ. നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ കിട്ടുന്നത് അത് മതിയടാ. നിങ്ങൾ പോണ ദിവസം എല്ലാം അത്യാവശ്യം കൺസിസ്റ്റ് ആയിട്ട് പോകാൻ നോക്കുക. ചിലപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും നിനക്ക് നിൻ്റെ ബോഡി തന്നെ പറയടാ എനിക്ക് റെസ്റ്റ് വേണോടാ, ഒന്ന് റെസ്റ്റ് താടാന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കടാ. നീ 4-ാം ദിവസം നീ വീണ്ടും പോയി 5-ാം ദിവസം വീണ്ടും പറയണേ റെസ്റ്റ് വേണോടാന്ന് പറയുന്നത്. അത് നിൻ്റെ ബോഡി നിന്നോട് പറയണേ, നീ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നീ റെസ്റ്റ് എടുക്ക്. ചിലപ്പോൾ നിനക്ക് വർക്കൗട്ടുകളൊന്നും അറിയണ്ടാവില്ല, ഒന്നും ചെയ്യാൻ അറിയണ്ടാവില്ല. നീ ഓരോന്നൊക്കെ കണ്ണി കണ്ടതൊക്കെ വാരി ചെയ്യാൻ നോക്കുക. നീ അങ്ങനെയാണ് പഠിക്കണത്, മിസ്റ്റേക്കിൽ നിന്നാണ് പഠിക്കണത്. നിൻ്റെ ബോഡി പറയും ഇതെവിടെ കൊള്ളണില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം? അത് ഇങ്ങനെ ഒരു വേരിയേഷൻ ചെയ്ത് നോക്കാം, ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവും. അത് മതി, മനസ്സിലായ? നീതായിട്ട് നിന്നെ പഠിക്കണം, നിന്റെ ബോഡിനെ നീ മനസ്സിലാക്കണേണ്. തിരിച്ച് നീ വീട്ടിൽ കഷ്ടപ്പെട്ട് വേർത്ത് പട്ടനെ പോലെ പണിയെടുക്കണം എന്ന് പറഞ്ഞാലേ, നീ പിഴിഞ്ഞെടുക്കാൻ പറ്റണം നിന്റെ വേർപ്പ്. അതേപോലെ നീ പണിയെടുത്ത് തിരിച്ച് വീട്ടിൽ വരുന്നിട്ട് മമ്മീനോട് ചോറ് വയ്ക്കണേണ്. അന്നേരം മമ്മീനെ ചോറ് ഇട്ടുതരും, അച്ചാറ് ഇട്ടുതരും, നക്കി അടിച്ചോണ്ട് പോയിക്കോ. പിറ്റേ ദിവസം നിന്നെ പിന്നെയും പോണാണ്, പിന്നെയും തിരിച്ചു പോകാനാണ്, പിന്നെയും ചോറ് വയ്ക്കും. അന്നേരം ചിലപ്പം മുരിങ്ങാക്കോലും വല്ല ചക്കക്കുരി ആയിരിക്കുള്ളൂ. അടിച്ചോ, നല്ല അടി അടിച്ചോ. പിറ്റേ ദിവസം പിന്നെയും പോയി തിരിച്ചു വരാൻ നേരത്ത് അന്നേരം നിനക്ക് കിട്ടണത് ചിലപ്പോൾ നല്ല ചിക്കനും അല്ലെങ്കിൽ മുട്ടയായിരിക്കുള്ളൂ. അന്നേരം കിട്ടുന്ന സാധനമില്ല, ശരീരത്ത് കാണും. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ബോഡി കരഞ്ഞോണ്ടിരിക്കുകയാണ്, എടാ എന്തെങ്കിലും ഒന്ന് നല്ലത് തടാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഈ സാധനം പോണത്, മനസ്സിലായോ? അപ്പോൾ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിനക്ക് നല്ലതൊരു ഫുഡ് കിട്ടാണ്ടിരിക്കുമോ? കിട്ടും, പോട്ടെ, അടുത്ത ആഴ്ചയിലും കിട്ടുമോ? അത് മതിയടാ. എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് പോവുക. ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴേ നിന്റെ ബോഡി ഓരോ ദിവസവും മെച്ചൂർഡായിക്കൊണ്ടിരിക്കുകയാണ് നീ ചെയ്യണ വർക്കൗട്ട് അനുസരിച്ച്. അന്നേരമാണ് ഓരോ പിള്ളേർ ഇപ്പോൾ പറയണില്ലേ, ഇപ്പോൾ ഓരോ വീഡിയോ, ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോനുണ്ട്, ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കാണിച്ചോട്ട് ഇങ്ങനെ കലോറി ഇങ്ങനെ എടുത്ത് പോകണം, ഇങ്ങനെ പ്രോട്ടീൻ എടുക്കണം, ഇങ്ങനെ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം, ഇങ്ങനെ കലോറി കുറക്കണം, ഇങ്ങനെ ഗുഡ് ഫാറ്റ് എടുക്കണം, ഇങ്ങനെയൊക്കെ പറയണതൊക്കെ ഓക്കെ. അന്നേരം നീ അത് എടുത്തിട്ടുണ്ടെങ്കിലേ നീ അതിനേക്കാളും നല്ല ക്ലീൻ ആയിട്ട് പോകും. ഇപ്പം ഇന്നേരം നിൻ്റെ അടുത്ത് ആൾക്കാരൊന്നും പറയും, എടാ എന്താടാ ഈ വയറിങ്ങനെ ഇരിക്കണം ഇപ്പം. അപ്പം നീ ഇങ്ങനെ നോക്കും, ഇങ്ങനെ പറയും, എടാ ഒന്നും പറയണ്ട, കാരണം നിന്നറിയാല, നിനക്കിത് സിമ്പിളാണ്. ഇന്ന് കളിയാക്കണതിനടുത്ത് നാളെ പോയിട്ടില്ലേ കാണിച്ചു കൊടുക്കണം ഇതാണെന്ന്. അപ്പോൾ ഒന്നും മിണ്ടൂല.